അവർക്ക് നഷ്ടമേ ഉണ്ടായിട്ടുള്ളൂ. ഒരു കഥ പറഞ്ഞുതരാം. കാവേരി എന്നൊരു നദിയുണ്ട്, പുണ്യ നദി. അതിന്റെ തീരത്ത് കൊച്ചു ഗ്രാമം ഉണ്ടായിരുന്നു. അവിടെ ഒരു സ്ത്രീ പാർത്തിരുന്നു, ലക്ഷ്മി. അവൾക്ക് രണ്ട് ആൺമക്കളുണ്ടായിരുന്നു, ധനദത്തനും ഗുണദത്തനും. കുട്ടികളുടെ അച്ഛൻ മരിച്ചുപോയി. ഭക്ഷണത്തിന് വകയില്ലാതെ അവർ വിഷമിച്ചു. കുഞ്ഞുമക്കൾ വിഷന്ന് കരയുന്നു. അങ്ങനെയൊക്കെ അവൾക്ക് അടുത്തൊരു വീട്ടിൽ ജോലി കിട്ടി. ഒറ്റമടിച്ചാലും പാത്രം കഴുകിയാലും ഭക്ഷണം കിട്ടും, കൂടാതെ ചെറിയൊരു ശമ്പളവും. അങ്ങനെ മക്കളെ വളർത്തി കിട്ടുന്ന പണം സൂക്ഷിച്ചു വെച്ചു. പാത്രങ്ങളും സാധനങ്ങളും വാങ്ങി സുഖവും സമ്പത്തുമുണ്ടായി. മക്കൾ വളർന്നു മിടുക്കന്മാരായി. ലക്ഷ്മിക്കും വയസ്സായി. അവൾ വാദം പിടിച്ച കിടപ്പിലായി. കൈ തളർന്നു പോയി, നടക്കാൻ വയ്യ. അങ്ങനെ ഒരിക്കൽ കാവേരിയിൽ വെള്ളപ്പൊക്കമുണ്ടായി. ഗ്രാമത്തിൽ വെള്ളം ഇരച്ചു കയറി. ആളുകൾ വീട്ടുസാധനങ്ങളെല്ലാം വാരിക്കിട്ടി. അടുത്ത ഗ്രാമത്തിലേക്ക് ഓടിപ്പോകാൻ തുടങ്ങി. ഒരു വനത്തിനപ്പുറമായിരുന്നു മറ്റേ ഗ്രാമം. ധനദത്തൻ വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം വാരിക്കിട്ടി. എന്നിട്ട് ആലോചിച്ചു, അമ്മയെ കൊണ്ടുപോകണമെങ്കിൽ സാധനങ്ങൾ ഉപേക്ഷിക്കണം. അത് സാധ്യമല്ല. നടക്കാൻ വേണ്ട അമ്മ ചാവാണെങ്കിൽ ചാവട്ടെ. അവൻ ഇരുത്താൻ പോകാത്ത ചുമട് കഷ്ടപ്പെട്ട് തലയിൽ കയറ്റി. അമ്മയുടെ നീരിൽ തിരിഞ്ഞു നോക്കാൻ ധൈര്യം വന്നില്ല. വേഗത്തിൽ നടന്നു. അമ്മ കണ്ണീരോടുകൂടി നോക്കിക്കൊണ്ട് കിടന്നു. മുന്നത്തെ നോക്കുമ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞു. വീട്ടിൽ കുറേ സാധനങ്ങൾ ബാക്കിയുണ്ട്. അമ്മയുണ്ട്. അമ്മയെ കണ്ടിട്ടല്ലേ മറ്റു എന്തുമുള്ളൂ. അവൻ അമ്മയെ ചൂടിലേക്ക് നടക്കാൻ തുടങ്ങി. സാധനങ്ങളൊന്നും വേണ്ടെന്ന് വെച്ചു. നടന്നപ്പോൾ വനത്തിലെത്തി. രാത്രിയുമായി. വീട്ടിൽ തപ്പി തപ്പി നടന്നു. മകന്റെ കഷ്ടപ്പാടുകൾ കണ്ട് അമ്മയ്ക്ക് കരച്ചിൽ വന്നു. അമ്മയുടെ കണ്ണീര് വീണ് ഗുണദത്തന്റെ തല നനഞ്ഞു. അവൻ അമ്മയെ എന്ന് വിളിച്ചു. അമ്മ പൊട്ടിക്കരഞ്ഞു പോയി. അവൻ അമ്മയെ ആശ്വസിപ്പിച്ചു. എന്തും നടന്നു. അതാ ആ കാട്ടിലൊരു വെളിച്ചം. അവൻ വേഗത്തിൽ നടന്നു. അതാ 4 ഭയങ്കരന്മാർ തോക്കുമായി മുന്നിൽ നിൽക്കുന്നു. കൊള്ളക്കാർ യാത്രക്കാരെയെല്ലാം കൊള്ളയടിച്ച് സാധനങ്ങൾ കണക്കിനരികെ കൂട്ടിയിട്ടിരിക്കുന്നു. കൂട്ടത്തിൽ ദത്തന്റെ ചുമടുമുണ്ട്. കൊള്ളക്കാരിയോടും പറഞ്ഞു, ചുമട് താഴേക്ക് നോക്കട്ടെ. അവൻ അമ്മയെ താഴെ ഇരുത്തി. കൊള്ളക്കാർ തമ്മിൽ തമ്മിൽ നോക്കി. ഗുണദത്തൻ പറഞ്ഞു, ഇതെന്റെ അമ്മയാണ്, നടക്കാൻ വയ്യ, ഞങ്ങളെ രക്ഷിക്കണം. കൊള്ളക്കാർ അല്പം നേരത്തേക്ക് ഒന്നും മിണ്ടില്ല. പിന്നീട് ഒരു പണവും ധരിച്ചൊരു സഞ്ചി അവന്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, വരൂ, ഞാൻ എന്നെ അടുത്ത ഗ്രാമത്തിലെത്തിക്കാം. വഴി മോശമാണ്. അവർ തടഞ്ഞിട്ടും വകവയ്ക്കാതെ അയാൾ അമ്മയെ ചുമടിലേക്ക് നടന്നു. കുറെ നടന്നപ്പോൾ അടുത്തെത്തി കഴിഞ്ഞപ്പോൾ അയാൾ അമ്മയെ താഴെ ഇരുത്തി. എന്നിട്ട് പറഞ്ഞു, ഈ അമ്മയാണ് ഭാഗ്യവതി. ഈ അമ്മയെ ചുമന്ന ദേവനും എന്ന് പറഞ്ഞ് അയാൾ അവിടുന്ന് തിരിച്ചുപോയി. ഗുണദത്തൻ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് കൈകൂപ്പി, മാതൃദേവോ ഭവ. ഈ കഥയിൽ നാം എന്ത് മനസ്സിലാക്കാം? മാതാപിതാക്കളുടെ നേരെ സ്നേഹിക്കും അനുസരിക്കും. തീർച്ചയായും